ഏഷ്യ കപ്പിൽ ഇന്ത്യ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് ക്രിക്കറ്റ് പ്രേമികൾ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ശൈലി ആരാധിക്കുന്ന, രാജസ്ഥാൻ റോയൽസിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ സഞ്ജു സാംസൺ ഈ ടീമിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് കടമ്പകളുണ്ട് സഞ്ജുവിന് മുന്നിൽ എന്ന് പറയാതെ വയ്യ. കാരണം എളുപ്പമല്ല കാര്യങ്ങൾ, നിസ്സംശയം. സഞ്ജു സാംസണിനെ നെറ്റ്സിൽ അധികം പ്രാക്ടീസിന് ഇറക്കിയില്ല, അല്ലെങ്കിൽ അധികം നേരം കീപ്പിംഗ് ഗ്ലൗ നൽകിയില്ല. ബാറ്റിംഗ് പരിശീലനവും വളരെ കുറവാണ് നൽകിയത്. മറ്റുള്ള യുവതാരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സഞ്ജുവിൻ്റെ പ്രായം 30 കടന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനൊക്കെ എന്താണ് ശരിക്കും സഞ്ജുവിൻ്റെ ഈ ടീമിലെ ഒരു സാന്നിധ്യം സ്ഥിരമാക്കാൻ പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 10 മത്സരങ്ങൾ 3 സെഞ്ചുറി അടിച്ച താരമാണ് സഞ്ജു സാംസൺ. 10 മത്സരത്തിൽ 3 സെഞ്ചുറി അടിച്ചിട്ടും തൻ്റെ സ്ഥാനം ടീമിൽ ഉറപ്പിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? 2020 ആണ് സഞ്ജുവിൻ്റെ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു ഓപ്പണർ. എങ്ങനെയാണ് സഞ്ജുവിൻ്റെ ഈ സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായത്, അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ സ്ഥാനം തുലാസിലായത് എങ്ങനെയാണ്? അത് മറ്റൊന്നും കൊണ്ടല്ല, ശുഭ്മാൻ ഗില്ലിൻ്റെ വരവാണ്. ശുഭ്മാൻ ഗില്ല് IPL അതിഗംഭീര പ്രകടനം, 650 റൺസാണ് ശുഭ്മാൻ ഗില്ല് IPL നേടിയത്. അതിന് പിന്നാലെ ടീം തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ടീം സെലക്ടർമാർ ആ പ്രകടനം ഉറ്റുനോക്കും. മാത്രമല്ല, ഗൗതം ഗംഭീറിനും ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിനെ ടീമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. എന്തുകൊണ്ടാണ്? ശുഭ്മാൻ ഗില്ല് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരം നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന ശുഭ്മാൻ ഗില്ലിൻ്റെ സാന്നിധ്യം ആരാണ് ആഗ്രഹിക്കാത്തത്? കാരണം അത്രമാത്രം മികച്ചൊരു പ്ലെയറാണ് അദ്ദേഹം. അപ്പോൾ ശുഭ്മാൻ ഗില്ല് ടീമിലെത്തുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും മികച്ച മികവ് അദ്ദേഹം കാണിക്കുന്നത് ഓപ്പണർ റോളിലാണ്. ഓപ്പണറായിട്ട് ശുഭ്മാൻ ഗില്ലിനെ പരിഗണിച്ചേ മതിയാകൂ. ഇന്ത്യയുടെ ഉപനായകനാണ്. ഇന്ത്യൻ ടീമിൻ്റെ ഉപനായകനെ ഓപ്പണർ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ചുമതല ടീം മാനേജ്മെൻറ്റ് ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ എവിടെ ആർക്ക് സംഭവിച്ചു? അത് സഞ്ജുവിന് സംഭവിച്ചു. സഞ്ജുവിൻ്റെ സ്ഥാനമാണ് അവിടെ ഇളകിയത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ പരമ്പര ലോകകപ്പിൽ ഉൾപ്പെടെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു ഓപ്പണർമാർ. അതിഗംഭീര ഫോമായിരുന്നു, മികച്ച പ്രകടനമായിരുന്നു. രണ്ടുപേരും നൽകുന്ന ഒരു വെടിക്കെട്ട് തുടക്കമാണ്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ശുഭ്മാൻ ഗില്ല് അത്യാവശ്യം അത്രമേൽ ആദ്യം ഫസ്റ്റ് ടോപ്പ് ഗിയറിലേക്ക് പോകില്ല, നോക്കി കളിച്ച് സമയമെടുത്ത് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശുഭ്മാൻ ഗില്ല്. പക്ഷേ സഞ്ജു അഭിഷേക് ശർമ്മ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ്ലി കോംബോ ആയിരുന്നു. മികച്ച റൺ റേറ്റ് ഉണ്ടാക്കി വളരെ പെട്ടെന്ന് ടീം സ്കോർ മുകളിലേക്ക് കൊണ്ടുപോകുന്ന 2 താരങ്ങൾ. ആ ടീം കോമ്പിനേഷനിൽ അവിടെ തന്നെ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ സഞ്ജു സാംസൺ എന്താണ് സാധ്യത? സഞ്ജു സാംസണെ 1 ഡൗൺ ആയിട്ട്, അല്ലെങ്കിൽ 3ാം നമ്പറായിട്ട് ഇറക്കുമോ? അവിടെയും പ്രശ്നമുണ്ട്. തിലക് വർമ്മയും അതിഗംഭീര ഫോമിലാണ് ആ പൊസിഷനിൽ. തിലക് വർമ്മ, പിന്നെ സൂര്യകുമാർ യാദവ് ഉണ്ട്, ഹാർദിക് അക്സർ, അങ്ങനെ ഒരുപാട് ബാറ്റിംഗ് നിര ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇന്ത്യൻ ടീമിന്. അപ്പോൾ സഞ്ജുവിനെ പിന്നെ എവിടെ കൊണ്ടുപോകും? മധ്യനിരയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഈ കേരള ക്രിക്കറ്റ് ലീഗ് ഈ അടുത്തിടെ പൂർത്തിയായി നമുക്കറിയാം. സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ, അത് ആലപ്പിക്കെതിരെയാണ്. സഞ്ജു സാംസൺ ബാറ്റിംഗിന് ഇറങ്ങുന്നത് 6ാമത്തെ നമ്പറിലാണ്. സഞ്ജു സാംസണിന് അത്തരമൊരു ആലോചന ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ ടീമിലും 6ാം നമ്പറിൽ തനിക്ക് കളിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ചിന്തയും. അതേ തുടർന്ന് സഞ്ജു സാംസൺ അങ്ങനെ ആലപ്പുഴയ്ക്കെതിരെ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കാൻ ഇറങ്ങി. പക്ഷേ 13 റൺസാണ് സഞ്ജുവിന് അന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. പിന്നാലെയായിരുന്നു സഞ്ജു പൊസിഷൻ മാറ്റി വീണ്ടും ടോപ്പിലേക്ക് എത്തി, ഓപ്പണറായി എത്തി കേരള ക്രിക്കറ്റ് ലീഗിൽ. പിന്നീട് എന്താണ്, 3 അർദ്ധ സെഞ്ചുറി, 1 സെഞ്ചുറി. അതും കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 121 റൺസും സ്കോർ ചെയ്ത് സഞ്ജു. അങ്ങനെ അതിഗംഭീര ഫോമിലേക്ക് സഞ്ജു എത്തി. 368 റൺസാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഈ കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസൺ സ്വന്തമാക്കിയത്. അതായത് കേവലം 6 മത്സരങ്ങളിൽ നിന്നാണെന്ന് ഓർക്കണം. അവസാന മത്സരങ്ങളായപ്പോഴേക്കും സഞ്ജുവിന് ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സഞ്ജു ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോയി ഫൈനൽ ഉൾപ്പെടെ കളിക്കാനും സാധിച്ചില്ല. അപ്പോൾ സഞ്ജു സാംസന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം എവിടെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം, അത് ഓപ്പണിംഗ് റോളിലാണ്. ഇന്ത്യൻ ടീമിൽ ആ ഒരു സാധ്യത സഞ്ജു സാംസണിനുണ്ടോ എന്ന് ചോദിച്ചാൽ 60% ഇല്ല എന്ന് പറയണം. കാരണം അഭിഷേക് ശർമ്മ എന്ന യുവതാരത്തെ ഇന്ത്യൻ ടീം ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, ഏറെ നാൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ലോകകപ്പ് വരികയാണ്, ആ ലോകകപ്പിൽ കളിപ്പിക്കണമെന്ന്. മാത്രമല്ല ശുഭ്മാൻ ഗിൽ ഉറപ്പായും ഓപ്പണറായി ഉണ്ടാകും. അപ്പോൾ ആ കോമ്പിനേഷനിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. 1 ഡൗണിലേക്ക് 3ാം നമ്പറായി സഞ്ജു എത്തുമോ? അതിനുള്ള സാധ്യതയും കുറവാണ്. പിന്നീടൊരു സാധ്യത എന്താണ്? സഞ്ജു സാംസനെ വിക്കറ്റ് കീപ്പറാക്കണം. അവിടെയും പ്രശ്നമുണ്ട്. ജിതേഷ് ശർമ്മ എന്ന യങ് വിക്കറ്റ് കീപ്പറുടെ ഒരു സാന്നിധ്യം. ജിതേഷിൻ്റെ മറ്റൊരു ഗുണം, ജിതേഷ് ഒരു ഫിനിഷറാണ്, മാച്ച് ഫിനിഷറാണ്. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു
ഓപ്പണിങ്ങിലെ അഗ്രസീവ്നെസ് സഞ്ജു മിഡിൽ ഓർഡറിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ 6ാം നമ്പറിലേക്കോ ഒക്കെ എത്തുമ്പോൾ സഞ്ജുവിന് അത്രയും പ്രകടമാക്കാൻ കഴിയാറില്ല. ഇപ്പോൾ IPL നമ്മൾ കണ്ടിട്ടുണ്ട് ജിതേഷ് എത്ര ഗംഭീരമായിട്ടാണ് ഫിനിഷർ എന്നുള്ള റോളിനെ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ജിതേഷ് ശർമ്മയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യം. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച യങ് ടാലൻറ്റ് എന്നുള്ള ഒരു ആനുകൂല്യം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ ലോകകപ്പ് വരികയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി 2020 ലോകകപ്പ് വരും. ഈ ലോക കിരീടം ഇന്ത്യക്ക് നിലനിർത്തണമെങ്കിൽ മികച്ച ഒരു ടീമിനെ സെറ്റാക്കി നിർത്തിയേ മതിയാകൂ. ആ ഒരു ഘടകമാണ് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിന് മുന്നിലുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ശുഭ്മാൻ ഗില്ലിൻ്റെ സാന്നിധ്യമാണ് സഞ്ജുവിൻ്റെ വഴിമുടക്കിയത് എന്ന് പറയാതെ വയ്യ. അതങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയും ചില ന്യായങ്ങളുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ഷമി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുഹമ്മദ് ഷമിയുടെ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസണാണ് ഓപ്പണർ. എന്തുകൊണ്ടാണ് ശുഭ്മാൻ ഗിൽ ഇല്ലാത്തത്? ഷമി പറയുന്നത് ശുഭ്മാൻ ഗില്ല് പകരക്കാരനാവേണ്ടത് വിരാട് കോഹ്ലിക്കാണ്. അതായത് വിരാട് കോഹ്ലിയുടെ പൊസിഷനിലേക്ക് എത്തണം. 3ാം നമ്പറിലായിട്ട് വിരാട് കോഹ്ലിയുടെ പൊസിഷൻ പോലെ നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു റോളിലേക്ക്, ആങ്കർ റോളിലേക്ക് എത്തേണ്ട ആളാണ് ശുഭ്മാൻ ഗില്ല് എന്നുള്ളതാണ്. അങ്ങനെ ശുഭ്മാൻ ഗില്ലിനെ 3ാം നമ്പർ പൊസിഷൻ കളിപ്പിക്കണമെന്നാണ് നമ്മുടെ ഷമി പറയുന്നത്. അതിലൊരു കാര്യമുണ്ട് താനും. അങ്ങനെയെങ്കിൽ സഞ്ജുവിന് സാധ്യതയുണ്ട്. ആ ഒരു പൊസിഷൻ, ആ ഒരു സാധ്യത ഗൗതം ഗംഭീറും ടീം മാനേജ്മെൻറ്റും തിരഞ്ഞെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പാണ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മത്സരത്തിൽ ഏഷ്യൻ കപ്പിൽ പൂർണ്ണമായും കളിക്കും. ഇനി രവിശാസ്ത്രി പറയുന്നത് കേൾക്കുക, സഞ്ജുവിനെ ഒരിക്കലും മധ്യനിരയിലേക്ക് കൊണ്ടുപോകരുത്. എന്തുകൊണ്ടായിരിക്കാം? രവിശാസ്ത്രിയുടെ ടീമിൽ സഞ്ജു ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ഇരിക്കാനാണ് സഞ്ജുവിൻ്റെ വിധി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓർക്കുന്നുണ്ടാവും, കാര്യമായിട്ടും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രവിശാസ്ത്രിയും സംഘവും, രവിശാസ്ത്രി നയിച്ച ഇന്ത്യൻ ടീം എത്തിയപ്പോൾ സഞ്ജുവിന് അന്ന് അവസരം ലഭിച്ചിരുന്നില്ല. അന്ന് ഗാലറിയിൽ നിന്ന് വരുന്ന സഞ്ജു സാംസൺ വിളികളൊക്കെ ഉണ്ടല്ലോ, അത് എന്തോരുമായിരുന്നു എന്നൊക്കെ നമ്മൾ മലയാളിയിൽ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ രവിശാസ്ത്രി പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. രവിശാസ്ത്രി പറയുന്നത് ആദ്യ 3 പൊസിഷനിൽ സഞ്ജു കളിച്ചേ മതിയാകൂ. സഞ്ജുവിനെ 1 ഡൗണെങ്കിലും ഇറക്കണമെന്നാണ് പറയുന്നത്. 1 ഡൗണിലും സഞ്ജു ഗംഭീരമാണ്, 1 ഡൗൺ ആണെങ്കിലും സഞ്ജുവിന് സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണക്കിലെടുത്താൽ സഞ്ജുവിൻ്റെ സാധ്യതകൾ ഇങ്ങനെ ചില കണ്ടീഷനെ ആശ്രയിച്ചിരിക്കും. ടീം മാനേജ്മെൻറ്റ് നിശ്ചയിക്കണം ഓപ്പണർമാർ ആരൊക്കെയാണ്. വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയെ കൊണ്ടുവരണമോ അതോ സഞ്ജു മതിയോ? ഈ ഫിനിഷർ എന്ന റോളിൽ അവിടെ ജിതേഷ് ശർമ്മയുടെ സാന്നിധ്യം അനിവാര്യമാണോ? ഇത്തരം ചില തീരുമാനങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ മാത്രമേ സഞ്ജുവിൻ്റെ സാധ്യതയും സാഹചര്യവും ഒക്കെ പറയാൻ കഴിയൂ. പക്ഷേ സഞ്ജു ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ക്രിക്കറ്റ് ടീമിൽ, ഇന്ത്യൻ ടീം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യം. കാരണം ഇത്രയും അവസരങ്ങൾ ലഭിച്ചോ എന്ന് ചോദിച്ചാൽ അവസരങ്ങൾ കിട്ടി. പലതവണയും മികച്ച ഫോമിലേക്ക്, ഏറ്റവും ഒടുവിലത്തെ 3 സെഞ്ചുറികൾ 2 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള പരമ്പരയിൽ സഞ്ജു നിരാശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മികച്ച ഫോമിലേക്ക് എത്തും, പിന്നീട് ഒന്ന് താഴും. ഇങ്ങനെ പോകുന്ന സഞ്ജുവിന് ഒരു സ്ഥിരതയാർന്ന റോൾ, പ്രത്യേകിച്ചും പ്രായം 30-ലെത്തി. ആ 30-ലെത്തിയ സാഹചര്യത്തിൽ ഒരു ലോകകപ്പ് മുന്നിലുണ്ട്. ആ ലോകകപ്പ് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത് സ്വപ്നമായിരിക്കും, ആഗ്രഹമായിരിക്കും. അത് നിറവേറ്റാൻ കഴിയണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി സഞ്ജുവിന് മറികടക്കണം എന്ന് ചുരുക്കം.